ഇപ്പോഴും എന്റെ ഉന്നം തെറ്റിയിട്ടില്ല. താരെന്താ അവിടെ കളിക്കുക? ഞാൻ വെറുതെ ഇങ്ങനെ. അവര് പോയി. കഥാപ്രസംഗക്കാർ കടന്നു കളഞ്ഞു. പിള്ളച്ചേട്ടൻ അവരെ ചാക്കി കയറ്റി രക്ഷപ്പെടുത്തിയത്. അവനിപ്പോ എവിടുണ്ട്? ആ കള്ളപ്പിള്ള പടക്കപ്പുരയിലുണ്ട്. ശരിക്കും നടക്കടാ. മിസൈല് പൊട്ടണ പോലെ പൊട്ടണം. വെടിക്കെട്ട് കലക്കിയ പോരെ? വെടിക്കെട്ടല്ല, പാലത്തറക്കാരും മാടശ്ശേരിക്കാരും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോണേ. ഇങ്ങോട്ട് ഇറങ്ങി വേടാ. എന്താ പാലുണ്ണിയേട്ടാ? കള്ള നായിന്റെ മോനെ, നീ ആ കഥാപ്രസംഗക്കാരെ നാളെ എടുത്തോലടാ. അയ്യോ, അവര് വരും. അവര് കായൽ കാണാൻ പോയിരിക്കുക. ഞാൻ അവരെ ബോട്ടിൽ കയറ്റി വിട്ടുന്നല്ലേ ഉള്ളൂ. എന്തിനാ നിന്റെ 16 അടിയന്തരം നടത്താനോ? എന്തിനാ എന്റെ 16 അടിയന്തരം നടത്തണേ? ഞാൻ ചത്തുപോയോ? ചത്തുപോയിട്ടില്ലടാ, ചത്തുപോകും. കൃത്യസമയത്ത് മാടശ്ശേരി തമ്പി അഥവാ പരമനാറി എന്നുള്ള കഥാപ്രസംഗം തുടങ്ങിയില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊത്തി നുറുക്കും. മാസ്റ്ററെ, ഇവനിവിടെ പോകാൻ നോക്കിയോ? അവന്മാരാ പാലത്തറക്കാരുടെ ചെക്കത്തരങ്ങൾ പറയാൻ പറഞ്ഞ സമയത്ത് വന്നില്ലെങ്കിൽ ഈ വെടിപ്പ് ഞാൻ കത്തിക്കും. നിന്നെ അടക്കം കത്തിക്കാൻ ചൂട്ട് റെഡി ആയിക്കോ. റെഡി. രാവും പകലും നമ്മൾ കാവല് നിന്നിട്ട് അവന്മാര് കടന്നു കളഞ്ഞിലോടാ. അതാ പാലത്തറക്കാരുടെ പണിയായിരിക്കും. ഏയ്, അതാ കള്ളപ്പിള്ളയുടെ പണിയാണ്. അയ്യോ, നിങ്ങൾക്ക് ഗതികേട് വന്നല്ലോ. പണയം വെച്ച് പോലെ ഈ പടക്കപ്പുരയിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഭാനുമതി, നീ കരയണ്ട. നിന്റെ ഭർത്താവ് രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി കഴിച്ചു എന്ന് വിചാരിച്ചാ മതി. അവര് വരണ്ടോ നോക്കാൻ? ഇല്ല, അവരിനി വരും തോന്നല്ല. എല്ലാ മഹാന്മാരും ഇങ്ങനെ തന്നെ മരിച്ചിരിക്കുന്നടി. ചേട്ടൻ അവസാനത്തെ ആഗ്രഹം വല്ലതുണ്ടോ? എനിക്കൊരു പൂവമ്പഴം തിന്നണം. മധുരമുള്ള ഒന്നും കഴിക്കരുതെന്ന് നിങ്ങളോട് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നിങ്ങൾക്ക് ഷുഗർ ഉള്ളതല്ലേ? ഇനി എന്ത് ഷുഗറാടി? അവരിനി ചങ്ങാടക്കടവിലെങ്ങാനും വരുവോ? അത് ശരിയാ, പോയി നോക്കാം നമുക്ക്. പിടിച്ചേ അല്ലേ ഞാനും പറഞ്ഞത്. കൊടുന്ന നീ പാതി തിന്നോ? വേണ്ട, നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹമല്ലേ, മുഴുവനും നിങ്ങൾ കഴിച്ചോ. എന്തൊരു ടേസ്റ്റായി. എനിക്കിത് തിന്നാൻ പറ്റില്ലല്ലോ. നീ ഇതിലെത്ര കാശ് പറ്റിച്ചടാ പന്നി? ഇനി എനിക്ക് എന്റെ ചേട്ടനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. പഴം കഴിക്കരുതെന്ന് ഡോക്ടർ. ഡോക്ടർ അമ്മന്റെ വായ വരല്. സമയമായി, ചൂട്ട് കത്തിക്കടാ. ഒന്ന് പിടിച്ച് തീ കൊളുത്തട്ട ഗുരുക്കളെ. പണ്ടെന്റെ അച്ഛന്റെ ഇതൊക്കെ ഞാൻ തീ കൊളുത്തിയതാണ്. കത്തിക്കാൻ വരട്ടെ, ഞാൻ കത്തിക്കാം. നല്ലപോലെ പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ, ആളി കത്തണം. പറയാൻ പോണേ? ആ കഥ തന്നെ. ഞാൻ പറഞ്ഞ കഥയല്ലേ പറയാൻ പോണത്. അതൊക്കെ ഞങ്ങൾ ഏറ്റുന്നേ.
കലാസ്നേഹികളെ, ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സ് അവതരിപ്പിക്കുന്ന സസ്പെൻസ് ത്രില്ലർ കഥാപ്രസംഗം പുതുക്കോട്ടയിലെ പുതുമണവാളൻ. എടാ നായിന്റെ മക്കളെ, അവസാനം എന്റെ മുതുകത്തായോ? എടാ പാലത്തറയെ മാടശ്ശേരിയെ സൂപ്പിക്കാനല്ലേ നീയൊക്കെ കള്ളക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരുത്തനെ ഞാൻ വെറുതെ വിടത്തില്ല. നിന്റെയൊക്കെ ശവം ഞാൻ പുതുക്കോട്ട പുഴയൊഴുക്കി കളയും. വെട്ടിപ്പുറകി പോകാൻ നോക്കണം പുല്ലുകളെ. എടാ കൊച്ചുതമ്പി, ഈ കള്ളക്കഥ കേട്ടിരിക്കാൻ നാണമില്ലേ? വേണ പോവാ. കഥ പറഞ്ഞു തീരട്ടെ, വക്കീൽ എവിടെ ഇരിക്കേ? നിനക്ക് ഭ്രാന്ത. അരുണി, ശ്രീധരനുണ്ണി, വാ നമുക്ക് പോവാം. വക്കീല് കഥ തീരട്ടെ. ഇരിയടോ, അവിടെ ഇരിക്കണോ, ബാക്കി പറയടാ. നിർത്താൻ ബാക്കി പറയണോ? നിന്നെ ആരെ കൊണ്ട് കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വരാതെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ? എന്നെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാന്ന് വിചാരിക്കേണ്ട വക്കീലെ, എന്തെങ്കിലും നിന്ന് ഒതുക്കാന്നും കരുതാം. ചെറുപ്പം മുതലുള്ള കൂട്ടുകാരനെ വിശ്വസിച്ച് മാടശ്ശേരി തമ്പി എത്ര ലക്ഷം രൂപയ്ക്കുള്ള ബിനാമി ഇടപാടുകളാണ് നടത്തിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. പിന്നെ സ്വത്തുക്കൾ കണ്ടുകെട്ടുമെന്നും പറഞ്ഞ് വക്കീലിന്റെ പേരിലേക്ക് എത്ര കോടിയുടെ സ്വത്തുക്കളാണ് കൈമാറിയിരിക്കുന്നതെന്നും എനിക്കറിയാം. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ കളിക്ക് കൂട്ടുന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, മാന്യമായ പ്രതിഫലം. അത് കിട്ടിയാലേ ഞാൻ പോകൂ. എന്നാ കൊണ്ടുപോയിക്കും. ഒരു കാരണവശാലും നീ ഇവിടെ ഇനി വരാൻ പാടില്ല. എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ അവിടെ വന്ന് നിന്നെ കണ്ടുകൊള്ളാം. മാടശ്ശേരി തമ്പി ജയിലുകാരിയിരിക്കുന്ന കാര്യം നീ മറക്കണ്ട. മാത്രവുമല്ല, 2 കഥാപ്രസംഗക്കാര് ഈ കഥ പറയുമെന്നും പറഞ്ഞ് അവിടെ നടപ്പുണ്ട്. അവന്മാരാരും നിന്നെ കാണാൻ പാടില്ല. മനസ്സിലായില്ലേ? എന്നെ ഒരാളും കാണില്ല, അത് ഞാൻ നോക്കിക്കോളാം. പക്ഷേ ഞാൻ ആവശ്യപ്പെടുമ്പോ എനിക്ക് കൃത്യമായിട്ടും പണം എത്തി. എടാ മോനെ, നീ സംസാരിക്കുന്നതേ ഗോവിന്ദൻ വക്കീലിനോടാ. പണ്ടെപ്പോഴും എടുത്ത മാലയിത്തമ്പ്രാട്ടിയുടെ ഫോട്ടോയിൽ മുടിയിൽ ഇത്ര നരയും മുഖത്തിത്ര ചുളിവ് വിട്ട് നിന്റെ ഫോട്ടോയും ചേർത്ത് ഈ നിൽക്കുന്ന ജോൺ സക്രിയയെ അനന്തനാക്കി മാറ്റാൻ എനിക്ക് കഴിയുമെങ്കിൽ മാടശ്ശേരി തമ്പിക്ക് വാങ്ങിച്ചു കൊടുത്തതുപോലെ ഒരു കുരുക്ക് നിനക്കും വാങ്ങിച്ചു തരാൻ ഈ ഗോവിന്ദൻ വക്കീലിന് കഴിയും. എടാ പൊന്നു മോനെ, ഞാൻ കളിക്കുന്നതേ നിയമം കൊണ്ടാ, അത് മറക്കണ്ട. നിർത്തണ പുല്ലുകളെ, നിന്റെയൊക്കെ കള്ളക്കഥ അടിച്ച് നിരത്തും ഞാൻ. ഇവൻ അനന്തരല്ല, ജോൺ സക്രിയ. ഒരു കൊലക്കേസിൽ നിന്നും ഈ വക്കീലിനെ രക്ഷപ്പെടുത്തിയ പ്രതി. ചെമ്പി, ഇതെല്ലാം കള്ളക്കഥയാ. എനിക്കിവനെ അറിയാനേ പാടില്ല. ഇതെല്ലാം പാലത്തറക്കാരുടെ പണിയാ. അയ്യോ, നീ എന്നെ തല്ലിയല്ലേ? നിന്റെ എല്ലാ കള്ളക്കഥയും ഇപ്പൊ ഞാൻ പുറത്താക്കുവാടാ. അലുണ്ണി, ശ്രീധരനുണ്ണി, ഇതെല്ലാം ഇവന്റെ പണിയാ. അടിക്കവനെ. അയ്യോ, അടിച്ച് നിരത്തിലായി നായിന്റെ പോലെ. അടിച്ച് നിർത്തണ. ഒരുത്തനെ വിടരുത്. ആ കാവ്യ പുല്ലന്മാരെ അടിച്ച് കൊന്നുകളാ. തമ്പിയോ, നീ എപ്പോ ഇറങ്ങി? മലപ്പുറമ്പ പോലീസുണ്ട്, മുങ്ങിക്കോ. എന്നെ കൊല്ലരുത്, ഒരബദ്ധം പറ്റി പോയതാ. ആഹാ, നീ എന്നെ തല്ലിയല്ലേ? എടാ, ഞാൻ ഗോവിന്ദൻ വക്കീല, നിയമം പഠിച്ചവനാ. ഞാൻ മുറക്ക മൂളിയാൽ നീ വീണ്ടും അകത്താ. മാടശ്ശേരി തമ്പി അദ്ദേഹം വന്നോ.
ബന്ധുക്കളെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിച്ചു. എന്റെ ബന്ധുക്കളെക്കാൾ കൂടുതൽ ഞാൻ നിന്നെ വിശ്വസിച്ചു. ആ നീയാ എന്നെ തമ്പി സാറേ, ഇവൻ സാറിന് വേണ്ടി ഒരുക്കിയില്ല ഒരു കുരുക്ക്. ആ കുരുക്കിൽ ഇവനെ തൂക്കാൻ പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, അങ്ങനെ കഥയുടെ അവസാന ഭാഗത്തേക്ക് ഞങ്ങൾ കടക്കുകയാണ്. ഇനി എന്തോന്ന് കഥ? കഥ ഇതുവരെ തീർന്നില്ലേ? വാളിയാ. മാടശ്ശേരി തമ്പി നിരപരാധിയാണെന്ന് കണ്ട് കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. മാടശ്ശേരി തമ്പി ഗാനഭൂഷണം കൊച്ചിൻ ബ്രദേഴ്സിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? നിങ്ങൾ എന്റെ ജീവനാണ് രക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട, ഞങ്ങൾക്ക് അങ്ങയുടെ ജീവൻ തന്നെയാണ് വേണ്ടത്. അതെ, അതായത് അങ്ങയുടെ ജീവന്റെ ജീവനായ മകളെ. അതോടുകൂടി ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിനും ഗീതവും തമ്മിലുള്ള പരിശുദ്ധ പ്രേമം പുതുക്കോട്ട മുഴുവൻ പാട്ടായി.